നാത്തൂൻ സ്പൈസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതിന് താഴെ കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറന്നു പോകരുത്. ഇന്ന് നമുക്കൊരു പനീർ ചപ്പാത്തി റോൾ ഉണ്ടാക്കിയാലോ? ഇതൊരു സിമ്പിൾ ഡിഷാണ്, പക്ഷേ ലഞ്ച് ബോക്സിലും ഡിന്നറിനും ഒരു ഈവനിങ് സ്നാക്കൊക്കെ ആയിട്ടും പറ്റിയ ഒരു റെസിപ്പിയാണ്. ഇനി നിങ്ങൾക്ക് പനീർ ഇഷ്ടമല്ലെങ്കിൽ പൊട്ടറ്റോ വെച്ചും ചെയ്യാം കേട്ടോ. സാധാരണ ഇങ്ങനത്തെ റോൾസ് ഉണ്ടാക്കാനായിട്ട് എല്ലാവരും പറാത്തയൊക്കെയാണ് എടുക്കാറ്. ഞാനിവിടെ ചപ്പാത്തിയാണ് എടുത്തിട്ടുള്ളത്. കുറച്ചുകൂടെ ഹെൽത്തി ആണല്ലോ പറാത്തയിലൊക്കെ, നമ്മൾ കുറച്ചുകൂടെ ഗീയും ഓയിലൊക്കെ ചേർക്കുമല്ലോ. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എടുക്കാം. പറാത്ത എടുത്താൽ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഒരു 10 മിനിറ്റ് ടൈമിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു റെസിപ്പിയായത്. ഇത് കുറച്ച് എരിവും കുറച്ച് പുളിയൊക്കെ ഉള്ളൊരു ഫ്ലേവർഫുള്ളായിട്ടുള്ളൊരു ഡിഷാണ്. ഇനിയിപ്പോൾ പനീർ വാങ്ങാൻ കിട്ടിയില്ലെങ്കിലും വിഷമിക്കേണ്ട, ഒരല്പം മെനക്കെട്ടാൽ ഇത് വീട്ടിലുണ്ടാക്കാൻ പറ്റും. തിളപ്പിച്ച പാലിലേക്ക് ചെറുനാരങ്ങ നീരോ സിട്രിക് ആസിഡോ ചേർത്ത് പിരിക്കുമ്പോൾ കിട്ടുന്ന സാധനമാണ് പനീർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം നമുക്ക് വേണ്ടത് പനീർ. അത് ഞാനിവിടെ ചെറിയ കഷ്ണങ്ങളാക്കി മിക്സിയിലിട്ടിട്ടൊന്ന് ക്രഷ് ചെയ്ത് ഇങ്ങനെ ക്രംബിൾ ചെയ്തെടുത്തിട്ടുണ്ട്. അതൊരു 175 ഗ്രാം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒരു ടീസ്പൂൺ. ലെമൺ ജ്യൂസ്, നാരങ്ങയുടെ ജ്യൂസ്. ക്യാപ്സിക്കം, ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു ചെറിയ സവാള ചെറിയതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ചെറിയ ടൊമാറ്റോ ചെറുതാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ തൈര്. നിങ്ങൾക്ക് ഒത്തിരി പുളി ഇഷ്ടമല്ലെങ്കിൽ തൈര് ഒഴിവാക്കാം. ഇവിടെ കിട്ടുന്ന ലെമണിന് പുളി കുറവാണ്, അതുകൊണ്ടാണ് ഞാൻ 2 ടേബിൾ സ്പൂൺ തൈരും കൂടെ എടുത്തത്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ട പൊടികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കാശ്മീരി മുളക് പൊടി 2 ടീസ്പൂൺ. ഗരം മസാല 1.5 ടീസ്പൂൺ. ജീരകം പൊടിച്ചത് 1/2 ടീസ്പൂൺ. ചാറ്റ് മസാല 1.5 ടീസ്പൂൺ. മല്ലിപ്പൊടി 2 ടീസ്പൂൺ. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ. ഇനി നിങ്ങൾക്ക് ചാറ്റ് മസാല കിട്ടിയില്ലെങ്കിലും അത് ഒഴിവാക്കാവുന്നതാണ്, കുഴപ്പമൊന്നുമില്ല അത് ചേർത്തില്ലെങ്കിലും. നമ്മൾ അവസാനം ചേർക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സവാളയും കുറച്ച് ക്യാപ്സിക്കം അരിഞ്ഞതും കുറച്ച് ക്യാരറ്റ് ചോപ്പ് ചെയ്തെടുത്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇത് ജസ്റ്റ് അവസാനം ഫ്ലെയിം ഓഫ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് ചേർത്താൽ ഒരു ക്രഞ്ചിനെസ് ഒക്കെ കിട്ടും ഈ റോള് കഴിക്കുമ്പോൾ. പിന്നെ കുറച്ചുകൂടെ വെജിറ്റബിൾസ് ചെല്ലുമല്ലോ. ആദ്യം ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതുപോലുള്ള ഡിഷസൊക്കെ ഉണ്ടാക്കുമ്പോൾ വെജിറ്റബിൾ ഓയിലിലോ സൺഫ്ലവർ ഓയിലിലോ ഒക്കെ ഉണ്ടാക്കുന്നതാണ് നല്ലത്. അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പിട്ട് കൊടുത്താൽ വേഗം വഴണ്ടി കിട്ടും. ഇതൊന്ന് വാടി വന്നാൽ മതി, അല്ലാതെ ഒരുപാട് ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ സവാള നന്നായിട്ട് വാടി വരുമ്പോൾ നമുക്കതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കാം. നന്നായി ഇളക്കി കൊടുക്കാം. എന്നിട്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൻ്റെ പച്ചമണം മാറാനായിട്ട് വെയിറ്റ് ചെയ്യണം കേട്ടോ. ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൻ്റെ പച്ചമണം മാറിക്കഴിഞ്ഞ് നമുക്ക് തക്കാളി ചേർത്ത് വഴറ്റി കൊടുക്കാം. തക്കാളി നന്നായിട്ട് വഴണ്ട് അതിൻ്റെ കൂടെ യോജിച്ച് എണ്ണയൊക്കെ തെളിഞ്ഞു വരണം. നമ്മളിനി എണ്ണയെല്ലാം തെളിഞ്ഞ് വന്നു കഴിഞ്ഞിട്ടാണ് നമ്മൾ മസാലപ്പൊടിയെല്ലാം ചേർക്കുക. നമ്മുടെ തക്കാളിയെല്ലാം നന്നായിട്ട് വഴണ്ട് വന്ന് എണ്ണയെല്ലാം തെളിഞ്ഞു. നമുക്കിനി ഇതിനകത്തേക്ക് എടുത്തു വെച്ചിരിക്കുന്ന മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. തീ കുറച്ച് വെച്ചേരാം കേട്ടോ. അപ്പോൾ മസാലപ്പൊടിയെല്ലാം നന്നായിട്ടൊന്ന് വഴണ്ട് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കഴിയുമ്പോൾ നമുക്ക് അടുത്തത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞു വെച്ചത് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്കൊരു 2-3 മിനിറ്റ് മൂടി വെച്ച് വേവിക്കാം. ക്യാപ്സിക്കം ഒന്ന് വെന്ത് വരട്ടെ കേട്ടോ. ക്യാപ്സിക്കം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കതിനകത്തേക്ക് പനീർ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് നാരങ്ങാനീര് ചേർത്ത് കൊടുക്കാം. എൻ്റെ നാരങ്ങയ്ക്ക് അധികം പുളിയില്ല, അതുകൊണ്ടാണ് ഞാൻ തൈരും കൂടെ ചേർക്കുന്നത്. നല്ല പുളിയുള്ള നാരങ്ങയാണെങ്കിൽ അത് മാത്രം മതി. ഇനി തൈര് നന്നായിട്ട് ഡ്രൈ ആയിട്ട് വരുന്നത് വരെ നമുക്ക് കുക്ക് ചെയ്യാം. അപ്പോഴേക്കും പനീറും വേവും. പനീറിനൊന്നും ഒരുപാട് വേവില്ല, ഇതൊരു 2-3 മിനിറ്റൊക്കെ വേവാനുള്ളതേ ഉള്ളൂ. പക്ഷെ അത് ചിലപ്പോൾ അതിൽ കൂടുതൽ വേവിച്ച് കഴിഞ്ഞാൽ ചൂയി ആയി പോകാൻ ചാൻസ് ഉണ്ട്. ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കണം. അവസാനം നമ്മൾ എടുത്ത് മാറ്റി വെച്ചിരിക്കുന്ന കുറച്ച് സവാളയും ക്യാപ്സിക്കവും ക്യാരറ്റൊക്കെ ഇല്ലേ, അതൊക്കെ ഒന്ന് ചേർത്ത് ജസ്റ്റ് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്യാം. നിങ്ങളുടെ കുട്ടികളുടെ ഇഷ്ടത്തിനനുസരിച്ചൊക്കെ മാറ്റങ്ങൾ വരുത്താം. ഇടയ്ക്കൊന്ന് കടിക്കാൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ അവസാനം ഇങ്ങനെ ആഡ് ചെയ്യുന്നത് കേട്ടോ. നമുക്കിനി ചപ്പാത്തി ഉണ്ടാക്കാൻ തുടങ്ങാം. ചപ്പാത്തി റെഡിയായി കഴിഞ്ഞാൽ ഈ മിക്സ് നമ്മൾ ചപ്പാത്തിയുടെ ഉള്ളിൽ വെച്ചിട്ട് ഒന്ന് റോൾ ചെയ്ത് ഇതുപോലെ ബട്ടർ പേപ്പറോ ഫോയിൽ പേപ്പറോ ഒക്കെ വെച്ച് പൊതിഞ്ഞാൽ നമ്മുടെ പണി തീർന്നു.
ഇവിടെ മോന് ചപ്പാത്തിയിൽ ഇങ്ങനെ ടൊമാറ്റോ കെച്ചപ്പ് പുരട്ടി കൊടുക്കുന്ന ഇഷ്ടം. അതുകൊണ്ട് ഞാൻ ഒരെണ്ണത്തിനകത്ത് ടൊമാറ്റോ കെച്ചപ്പ് ചേർത്തിട്ടാണ് ഞാൻ മിക്സ് വെക്കുന്നത്. അത് അവന് വേണ്ടിയിട്ടാണേ. അപ്പോൾ നമ്മുടെ പണിയെല്ലാം കഴിഞ്ഞു, എല്ലാം റെഡിയായി. നിങ്ങളും ഇതുണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. പുതിയ വേറിട്ട രുചികളുമായി പിന്നീട് കാണാം. ബൈ.